മച്ചന്മാരെ ഇത് ആനയുടെ ബാക്ക് ഭാഗമാണ്. അതായത് ആന കാട്ടിൽ നിൽക്കണ ഒരു ഫീൽ തോന്നും. ഈ കാണുന്ന ഭാഗമാണ് ആനപ്പുറം. ഈ കാണുന്നത് ആനയുടെ തുമ്പിക്കൈ, മസ്തകം എന്നീ ഭാഗങ്ങളാണ്. ഇത് ആനയുടെ ഫുള്ളായിട്ടുള്ള രൂപമാണ്. ഇനി നമുക്ക് സൈഡ് വശം ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ആനന്റെ ബാക്ക് ഭാഗം കേട്ടോ. അതായത് നമ്മള് വാല് തുടങ്ങുന്ന ഭാഗമല്ലേ, വാല് ഉണ്ടാകുന്നത് മുറിഞ്ഞു പോയിക്കുന്നു, രൂപാന്തരം സംഭവിച്ചിട്ട് മുറിഞ്ഞു പോയിക്കുന്നു. അപ്പോൾ ഒരു ചെറിയൊരു ബാക്കിൽ അവിടെ വെന്റിൽ ചെറിയ പോഷം കാണില്ലേ പാറേന്റെ, അപ്പം അത് ആനയുടെ വാലിന്റെ ഭാഗമാണ്. വാല് മുറിഞ്ഞു. പിന്നെ അങ്ങനെ വന്നിട്ട് പിന്നെ ആനന്റെ വയറ് മുകൾ ഭാഗം, ബാക്ക് ഭാഗം. ഇപ്പോൾ ബാക്ക് ഭാഗം വയറിന്റെ ഭാഗത്തോ കാണുന്നത്. ഈ കാണുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇതാണ് വെളുത്തിട്ടൊരു പാറ പോലെ ഇത് കാണല്ലേ, ഇതാണ് ആനയുടെ ഫ്രണ്ടിലെ ഒരു സൈഡിലെ ഫ്രണ്ടിലെ ഒരു കാല്. പിന്നെ ഈ വയറിന്റെ അവിടുന്ന് ചെറിയ ചെറിയ പീസുകളൊക്കെ അടർന്ന് ചാടി രൂപ വ്യത്യാസത്തിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ടേ. ഈ വെളുത്ത് കാണാനല്ലേ ഭാഗമല്ലേ, അതാണ് ഫ്രണ്ടിലൊരു കാല്. പിന്നെ അത് മേലക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ തുമ്പിക്കൈ, മസ്തകം, അതാ മരം കാരണം അവിടെ ഫ്രണ്ടിലേക്ക് ഇപ്പോൾ കാണില്ല. അതിന് ഫ്രണ്ട് കൂടെ കൊടുക്കാം. നമ്മളിത് ഇപ്പുറത്തെ സൈഡ് കേട്ടോ, അതായത് വാലിന്റെ മുറിഞ്ഞ ഭാഗം അത്. പിന്നെ ഇങ്ങനെ വന്നിട്ട് ബാക്ക് സൈഡിലെ കാല്, പിന്നെ അങ്ങോട്ട് പോയ അതാ കാണുന്ന ഒരു ഭാഗമല്ലേ, അത് ആരുടെ ഹെഡായിട്ട് വരിക ആ ഭാഗം. ഇതാണ് ആനയുടെ വാലിന്റെ ഭാഗം കേട്ടോ, ബാക്ക് സൈഡ്. അപ്പം ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ പോയിട്ട്, അതായത് ആനയുടെ ഈ പാറയുടെ മുകളിൽ പോയിട്ട് നമുക്ക് നോക്കി കാണാം. എന്താ മച്ചാനത്, പാമ്പ വള്ളിയ? അപ്പൊ മച്ചന്മാരെ നമ്മൾ ആനക്കല്ലിന്റെ മുകൾ ഭാഗത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെ നമുക്ക് നോക്കാം. ഇത് ആനയുടെ ഫ്രണ്ട്, മസ്തകം, തുമ്പിക്കൈ, കണ്ണ്, ചെവി, നെറ്റിപ്പട്ടം കെട്ടുന്ന ഭാഗം എന്നീ ഭാഗങ്ങളാണ്. പിന്നെ ഇങ്ങനെ ഈ മുഴല്ലേ, മുഴ രൂപത്തിൽ കാണില്ല, അത് ആനന്റെ നമ്മളെ തലേന്റെ മുകളിൽ പുറത്തായിട്ട് മുകളിൽ ഒരു ചെറിയ മുഴ ഉണ്ടാവില്ലേ, ആ ഒരു രൂപമാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ അത് അങ്ങനെ ആനയുടെ മുതുകായിട്ട് അങ്ങനെ അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ ഇതങ്ങോട്ട് അങ്ങനെയുള്ള ആനന്റെ വയറിന്റെ ഭാഗമാണ്, വയറിന്റെ ഒരു സൈഡ് കേട്ടോ, വയറിന്റെ ഒരു സൈഡ്. അതേപോലെ ഇപ്പുറത്തും ഒരു സൈഡ് ഉണ്ട്. ഇപ്പൊ കണ്ടില്ല, ഇതാണ് മച്ചമരം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ആനയുടെ കഴുത്തിന്റെ ഭാഗത്താണ്. അപ്പൊ ആ കാണുന്ന എൻഡല്ലേ പാറയുടെ, അതാണ് ആനയുടെ ബാക്ക് സൈഡ്. ഇതിന്റെ 4 കാലൊക്കെ മണ്ണിനടിയിൽ മൂടപ്പെട്ടെന്നാണ് പറഞ്ഞേക്കാണത്. ഈ വയറിന്റെ ഭാഗത്ത് ഒരു പീസ് പോയിട്ട് ഒരു കുഴി രൂപത്തിൽ ആയിക്കുന്നു. ഇനി വേറൊരു സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ. ഇതിന്റെയൊക്കെ മേലെ ഓരോ കുഴികൾ കണ്ടോ, ഇതാ ഒരു കുഴി. പിന്നെ ഇതാ ഇവിടെ ഒരു കുഴി. പിന്നെ ഇതാ ഇവിടെ ഒരു കുഴി. അത് അവിടെ ഒരു കുഴി കാണാം കേട്ടോ, അത് കണ്ടല്ലേ, ഇതാ അവിടെ ഒരു കുഴി. അപ്പൊ ഈ കുഴി എന്താന്ന് വെച്ചെങ്കിലേ, ഈ കുഴി ഇപ്പോഴത്തൊന്നല്ല കേട്ടോ, കാലങ്ങൾക്ക് മുന്നേ ഈ പാറ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഡ്രില്ല് ചെയ്താണ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചോര വന്നു എന്നൊക്കെ ആൾക്കാർ പറയണത്, അങ്ങനെ ഐതിഹ്യം ഉണ്ട്. അതാണ് ഈ ഡ്രില്ല് ഇവിടെ ഇത് പൊട്ടിച്ച് കളയണം എന്നൊക്കെ കരുതിയിട്ടാണ് ഇത് ഡ്രില്ല് ചെയ്തത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചോര വന്നിട്ട് അങ്ങനെ അവർ നിർത്തി വർക്ക് ഉപേക്ഷിച്ച് തിരിച്ചു പോയി എന്നാണ് ഇവിടെ അറിയാൻ കഴിയുന്നത്. കണ്ടില്ലേ, കറക്റ്റാണ്. ഈ കുഴീൻ്റെ ഉള്ളിൽ നിന്ന് ചോര വന്നു എന്നൊക്കെയാണ് പറയണത്. ഈ കാണുന്ന ഭാഗമാണ് ആനപ്പുറം അഥവാ മുതുഭാഗം എന്നൊക്കെ പറയും. കണ്ടില്ലേ, കറക്റ്റ് ഒരു ആനപ്പുറം പോലെ തന്നെ തോന്നും. നല്ലൊരു ആനപ്പുറത്തിരിക്കുന്ന ഒരു പ്രത്യേകത ഉണ്ട്. കുറച്ച്
കിടക്കണം. അത് കാരണം കറക്റ്റായിട്ട് നമുക്ക് കിട്ടണില്ല. ഏകദേശം നമ്മളെ ഇരിക്കുമ്പോൾ ഒരു ആനപ്പുറത്ത് ഇരിക്കുന്ന ഒരു ഗമയിൽ തന്നെയാണ് ഈ പാറ തോന്നുന്നത്. ഒരുപാട് ഇപ്പോൾ വളർച്ചയൊക്കെ വന്നിട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീതി കൂടിയിട്ടൊക്കെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ ഒരു തോന്നുന്നില്ല, ഒരു ആനപ്പുറത്ത് ഇരിക്കണ മാതിരി തോന്നുന്നില്ല. ഈ ആനക്കല്ലിന്റെ ചരിത്രം ഇങ്ങനെയാണ്. ഒരു ദേവീ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ആനയെ എഴുന്നള്ളിച്ചപ്പോൾ അവിടുത്തെ ദേവീ രൂപം കണ്ട് ആന വിരണ്ടോടുകയും അടുത്തുള്ള ഒരു കാട്ടിലെത്തുകയും ചെയ്തു. ആ കാട്ടിൽ തന്നെ ആ ദേവിയുടെ ശാപം മൂലം ആന ശിലയായി മാറി എന്നാണ് ഇതിന്റെ ഐതിഹ്യം. പിന്നെ ഇത് കാലക്രമേണ വലുതായി വരുന്നു എന്നൊരു അഭ്യൂഹവുമുണ്ട്. ഇതുപോലുള്ള മറ്റു വീഡിയോകളുമായി ഇനിയും ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.